ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ സ്വാതി സ്വാഗത്, സൈലം പി എസ് സിയിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. ഡിസംബർ 6 നടക്കാനിരിക്കുന്ന ഫയർ വുമൺ എക്സാം എഴുതാൻ പോകുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ആ എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും അറിയാം അല്ലെ. അപ്പൊ ആ ഫയർ വുമൺ എക്സാമിന്റെ സിലബസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്ത് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളെ സ്റ്റഡീസ് ഒക്കെ പോകുന്നുണ്ടാവുക. അപ്പൊ ആ സിലബസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നോക്കിയാലോ. ഓക്കെ, അപ്പൊ ഇതാ കാണാം, ഇവിടെ എല്ലാ ഇതിന്റെ പോലെയാണെങ്കിലും പൊതുവിജ്ഞാനം അല്ലെ ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ആ 100 മാർക്കിനുള്ള ആ ഒരു ക്വസ്റ്റ്യനില് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ കാര്യം ഒന്ന് നോക്കിയേ, എന്താണ്? സ്പെഷ്യൽ ടോപ്പിക് ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ യൂണിഫോം പോസ്റ്റ് വരുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ. അവിടെയാണെങ്കിൽ 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിന് പഠിച്ചെടുക്കേണ്ടത്. 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ അല്ലെ. അപ്പൊ എന്തായാലും ഇവിടെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിനെ പറ്റി അത്യാവശ്യം എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്, ഫയർ വുമൺ എക്സാം ഒക്കെ വരുന്ന സമയത്ത് അതിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തൊക്കെ വരും എന്നുള്ളത് നോക്കാം. ഓക്കെ, ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു പൊതുവായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും. അപ്പൊ ആ സ്പെഷ്യൽ ടോപ്പിക്കില് ഇവിടെ നോക്കിയേ, ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ്, അതാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കാര്യം. ഓക്കെ, അതിൽ ഫയർ 9 മാർക്കിനാണ്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ അവിടെയും 9 മാർക്കിനാണ് വരിക. അപ്പൊ ഇതില് ഈ പറഞ്ഞതില് ബയോളജി റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ പറ്റി 1-2 കാര്യങ്ങളും കൂടെ നമുക്ക് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇതിൽ ഓൾറെഡി നമ്മൾ ബയോളജി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ ജീവശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ചിവിടെ നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ, ഹ്യൂമൻ ബോഡി, അതേപോലെ റെസ്പിറേഷൻ, നമ്മളെ ശ്വസനം. കാരണം എന്തായാലും ഈ ഒരു പോസ്റ്റ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ശ്വസനത്തിനും അല്ലെ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഈ കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഹ്യൂമൻ ബോഡി, ഓക്കെ, മനുഷ്യ ശരീരത്തിനെ പറ്റി എന്തായാലും ഒരു ഐഡിയ ഉണ്ടായിരിക്കണമല്ലോ അല്ലെ. ദെൻ റെസ്പിറേഷൻ, ബ്രീത്തിങ്, പൾസ്, സർക്കുലേഷൻ എന്താണ്, സ്കെലിറ്റൽ സിസ്റ്റം എന്താണ്. കാരണം ഇങ്ങനെയുള്ള ആവശ്യം വരുന്ന സമയത്താണ് അവരുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതിൽ അത്യാവശ്യമായിട്ട് നമ്മൾ മനുഷ്യ ശരീരത്തിനെ പറ്റി എന്തായാലും ഒരു ധാരണ ഈ പോസ്റ്റിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ നോക്കിയേ, റെസിസിറ്റേഷൻ മെത്തേഡ്സ് ആണ്. കാരണം അവിടെ നമ്മൾ CPR ഇങ്ങനെയുള്ള ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ നമ്മൾ CPR കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഇപ്പൊ പോലും നമ്മൾ കാണുന്നതാണ് ന്യൂസുകളിലൊക്കെ കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് നമ്മൾ കൂടെയുള്ള ആൾക്കാർക്ക് ഒരു സിറ്റുവേഷൻ മറ്റൊരാൾക്ക് വരുമ്പോൾ CPR കൊടുക്കുക എങ്ങനെയാണ്, ഏത് അവസരത്തിലാണ്, എങ്ങനെ കൊടുക്കണം, ഇതൊന്നും അറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്തായാലും നിർബന്ധമായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ആൾക്കാരെന്ന് മാത്രമല്ല നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നവർ നിർബന്ധമായിട്ട് ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നതിൽ ഒരു 9 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ഫയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്നാണ് ഇവിടെ 9 മാർക്ക് കണ്ടത് അല്ലെ. റെഡി അല്ലേ? പിന്നെ നോക്കിയേ, ഇതിലെ തന്നെയാണ് ഇതൊക്കെ ഫസ്റ്റ് എയ്ഡ് ആണ്. ചോക്കിംഗ് ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് എന്നൊക്കെയാണ്. കാരണം ഇപ്പം എന്തെങ്കിലും തൊണ്ടയിലൊക്കെ കുരുങ്ങി കഴിഞ്ഞാലൊക്കെ എന്തൊക്കെയാണ് ചെയ്യുക അല്ലെ, അതേപോലെ തീപ്പൊള്ളൽ പറ്റുവാണെങ്കിൽ എന്താണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ അവസരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ടോപ്പിക്കിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് IT ആണ്. ഓക്കെ, IT ആക്ടിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ 9 മാർക്കും അങ്ങനെയായിട്ട് നമ്മൾ 18 മാർക്കിനുള്ള കാര്യങ്ങൾ അവിടെ കണ്ടു. പിന്നെ നമ്മൾ 2 മാർക്കിന്റെ IT ആക്ട് ഭാഗത്തു നിന്നാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, അതാണ് നമ്മൾ IT ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ കൊടുത്ത ഇത്രയും സെക്ഷൻ റിലേറ്റഡ് ആയിട്ട് അത് ഓരോന്നും എന്തിനെ പറ്റിയുള്ളതാണ്, അതിന്റെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഒരു 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനമാണ്, ഒഴിവാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിർബന്ധമായിട്ടും പഠിച്ച് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ലിസ്റ്റിലേക്ക് വരാനും കാര്യങ്ങൾക്കൊക്കെ എന്തായാലും പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് ഇനി കുറച്ചൊരു ധാരണ നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് എങ്ങനെ പഠിക്കും, ഏതൊക്കെ കാര്യങ്ങൾ ഇപ്പൊ എങ്ങനെ ക്ലാസ് കാണും എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും നമ്മൾ സൈലം PSCയില് ഫയർ വുമൺ എന്ന് പറയുന്ന എക്സാം എഴുതുന്നവർക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു റെക്കോർഡഡ് ബാച്ച് ആരംഭിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 29 സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ആണ്. റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് ഉണ്ടായിരിക്കുക. റെക്കോർഡഡ് ബാച്ച് ആണുള്ളത്. അപ്പൊ അതിന്റെ ഫീസ് വരുന്നത് അതുപോലെ തന്നെ വളരെ ചെറിയൊരു ഫീസ് മാത്രം, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയൊരു ഫീസ് തന്നെയാണ് വരുന്നത്. 699 രൂപയാണ് അതിന്റെ ഫീസ്. പിന്നെ ഇതിന്റെ വാലിഡിറ്റി, അപ്പൊ ഫീസൊക്കെ ഇത്രയും കുറവാണ്. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ എന്നുള്ള ഒരു ഇതൊന്നും വേണ്ട. എന്തായാലും ക്ലാസ് നിങ്ങൾക്ക് എക്സാം എപ്പോഴാണോ അതുവരെ ഈ ക്ലാസ്സസ് ഒക്കെ റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ടിൽ എക്സാം വരെയാണ് നമ്മളെ ഈ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ എക്സാമിന്റെ ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിസംബർ 6 എക്സാം. അപ്പൊ കുറച്ചൊരു സമയം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ സിലബസ് അനുസരിച്ച് പഠിക്കുമ്പോൾ അവിടെ സ്പെഷ്യൽ ടോപ്പിക് ഒരിക്കലും നമ്മൾ ഒഴിവാക്കാനുള്ളതല്ല, ഒഴിവാക്കി പഠിക്കരുത്. ഒരിക്കലും ഒരു പ്രശ്നമുള്ളതായിട്ട് ഇനി വരാനേ പാടില്ല. റെക്കോർഡഡ് ബാച്ചസിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യമുള്ള എല്ലാ കണ്ടന്റും നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
ഓക്കെ, അപ്പൊ ഇനി എന്തായാലും എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് പഠിച്ച് കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളിൽ കൂടെ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. കുറച്ച് സമയമാണ്, അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ ഈ ഒരു ബാച്ച് യൂസ്ഫുൾ ആയിരിക്കും. റെഡി അല്ലേ? അപ്പൊ എന്തായാലും ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണും എന്ന് വിചാരിക്കുകയാണ്. വീണ്ടും കാണാം. താങ്ക് യു.